അപ്പോൾ ശിർക്ക് ആരോപിക്കുകയാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. 1921 കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത് തന്നെ മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ്. ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം അത് തന്നെ പറയുന്നത്. ആ ശിർക്കിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണം. ആ ബാധ്യത മുസ്ലിം സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന, അവരുടെ തലപ്പത്തിരിക്കുന്ന പണ്ഡിതന്മാർക്കുണ്ട്, ഉലമാക്കന്മാർക്കുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവർത്തിച്ച് പറയുന്നത്. എത്രത്തോളം മദദും മഊനത്തും, ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരും. മദദും മഊനത്തും അതൊക്കെ പറയും. അതിനു മുമ്പ് അവിടുന്ന് എല്ലാം എത്രയോ വിട്ടുപോയി. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എത്രമാത്രം അധപ്പതിച്ചു പോയി. മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, ഈ സമൂഹത്തിന്റെ നേരായ അവസ്ഥയെ വിശദീകരിക്കാനും അതിനെ കൺതുറന്നുകൊണ്ട് കാണാനും കഴിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന രൂപത്തിൽ വളരെ പച്ചയായി ഈ സമൂഹത്തിൽ ശിർക്ക് നിലനിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും ഭീവത്സമായ ഒരു രൂപം, ആ രൂപമാണ് അടുത്തതായി ഇവിടെ കാണാനുള്ളത്. മുസ്ലിം സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഈ കേരളത്തിലടക്കം അതുപോലെ തന്നെ വേൾഡ് തലത്തിലടക്കം മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെ സംബന്ധിച്ച് അതാണ് ഇനി അടുത്തതായി നിങ്ങൾക്ക് കാണാനുള്ളത്. Her Holiness Martha Amrita Nandamayi Devi to Dubai. Amma, as she is having addressed by millions of her, the world peace around the world, is a unique spiritual leader of India. I heard about her a long time ago, but this is, I know that now when I see this is a great occasion of celebration for Amma's followers in Dubai. You. എത്ര ബീവത്സവാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോലുമുണ്ട്. ദുബൈയിൽ വെച്ചുകൊണ്ട് നടന്നൊരു പരിപാടിയാണ്. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുടെ മുന്നിൽ പോയി പച്ചയായ ശിർക്ക് ചെയ്യാൻ പോലും മടിയില്ലാത്തൊരു സമൂഹമായി മുസ്ലിം സമൂഹം മാറിയിട്ടുണ്ട്. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഏത് സമസ്തയാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? ഈ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം, ആ നേതൃത്വം ഞങ്ങളുടെ കയ്യിലാണെന്ന് ഉച്ചേസ്ത്രമുറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഈ ശിർക്കിന്റെ, ഈ മുസ്ലിം സമൂഹത്തിൽ കൊടികുത്തി വാഴുന്ന ശിർക്കിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ആരാണ് ഇവിടെ ഉണ്ടാവുക? എന്നിട്ട്